Modi, India. പ്രസിഡന്റ് ട്രംപ് 2024 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ്. On the outside, he looks like he's your father. He's the nicest, total killer. പുറമേ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളുടെ ഫാദറിനെ പോലെയൊക്കെ തോന്നുന്ന വളരെ നല്ലൊരു മനുഷ്യനാണ്, വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. He's the nicest human being. But we had a couple of occasions. വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് അദ്ദേഹം. എന്നാൽ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് Where somebody was threatening India. ആരോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു രാജ്യം ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ട് മാറുകയാണ്. I said, let me help. I'm very good with those people. Let me help. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം, ഞാൻ അവരുമായിട്ട് നല്ല ടേംസിലാണ്, ഞാൻ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞു. I will do it. I will do it. ഇപ്പോൾ ട്രംപ് പറഞ്ഞത് നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞ ടോണിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് എന്ന ആ ഒരു പ്രേക്ഷകർ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞ രീതി ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അനുകരിച്ച് കാണിച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്ന് വെച്ചാൽ ട്രംപ് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറഞ്ഞു, ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞത് ട്രംപ് അനുകരിച്ച് കാണിച്ചതാണ്. And I will do anything necessary. We've defeated them for hundreds of years. Wow. ഇപ്പൊ എന്താണ് ട്രംപ് പറഞ്ഞത്? അതായത് ആദ്യം പറഞ്ഞു ഞാനത് ചെയ്യും എന്ന് മോദി പറയുന്നു. എന്നിട്ട് അതിനാവശ്യമായ എന്ത് കാര്യവും ഞാൻ ചെയ്യും. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഉറച്ച നിലപാടിനെ പ്രശംസിക്കുന്നത് പ്രസിഡന്റ് ട്രംപാണ്. ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും നേരം പ്രേക്ഷകർ കണ്ടത്. ഇപ്പോ പ്രേക്ഷകർ കണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ കാര്യം തന്നെ ട്രംപ് വീണ്ടും പറഞ്ഞതാണ്. പുറമേന്ന് കാണാൻ ഒരു പാവത്തിനെ പോലെ, നിങ്ങളുടെ ഫാദറിനെ പോലെയൊക്കെ തോന്നും മോദിയെ കാണുമ്പോ. ഇപ്പൊ എന്താ പറഞ്ഞത്? അയാള് പുറമെ കാണുന്ന പോലെയൊന്നും അല്ല, ആരെ കൊല്ലാനും മടിയില്ല, ഹീസ് എ കില്ലർ എന്നാണ് പറഞ്ഞത്. അയാള് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണ് എന്നാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ട്രംപ് പറയുന്നത്. എന്ന് വെച്ചാൽ നിലപാടുകൾ കൊണ്ട്. 2-3 സന്ദർഭങ്ങളിലാണ് ട്രംപിന് അത് മനസ്സിലായിട്ടുള്ളത്. ഒന്ന് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, 2 ചൈനയുമായി ബന്ധപ്പെട്ടും. അതായത് നരേന്ദ്രമോദിയുടെ ശൈലി ട്രംപ് അനുകരിച്ച് കാണിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴെങ്കിലും പ്രസിഡന്റ് ട്രംപിനെ ഇങ്ങനെ അനുകരിച്ച് കാണിക്കുന്നതോ അല്ലെങ്കിൽ ട്രംപിനോട് ആരാധന തോന്നുന്നു എന്നുള്ള തരത്തിൽ അത്തരത്തിലൊരു ഫാൻ ബോയ് മൊമെന്റ് എപ്പോഴെങ്കിലും മോദി കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്നാൽ ശരിക്കും ഇത് ട്രംപിന്റെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ്. ട്രംപ് നരേന്ദ്രമോദിയോട് ആരാധനയോടെ പറയുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. സോ നരേന്ദ്രമോദിയുടെ പവർ എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ 2 ക്ലിപ്പുകൾ ഇവിടെ ആഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസവും നമ്മൾ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമന്റ് കണ്ടിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയോടും ട്രംപിനോടും കാണിക്കുന്ന മൗനം അത് തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയെ നരകതുല്യമായ രാജ്യമെന്ന് വിളിച്ചിട്ട് നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നില്ല? മോദി ഇവിടെ വിമർശിക്കപ്പെടേണ്ടതല്ലേ എന്നതായിരുന്നു അതിലെ ആ ഒരു കമന്റിലെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയെയും ചൈനയും നേരിട്ടല്ല ട്രംപ് ഈ നരകതുല്യമായ രാജ്യങ്ങളെന്ന് വിളിച്ചത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും നരകതുല്യമായ മറ്റ് രാജ്യങ്ങളിൽ നിന്നും എന്ന് വേറൊരു വലതുപക്ഷക്കാരനായിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ട്രംപ് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നത് ഒന്നാമത്തെ കാര്യം. ഇനി ട്രംപ് നേരിട്ട് ഇന്ത്യയും ചൈനയും നരകതുല്യമായ രാജ്യങ്ങളെന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞാലും ചാടി എണീറ്റ് നരേന്ദ്രമോദി അതിനോട് പ്രതികരിക്കാൻ പോകുന്നില്ല. വ്യക്തിപരമായി നരേന്ദ്രമോദി എന്നല്ല ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അങ്ങനെ പ്രതികരിക്കേണ്ട എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മൾ വാചക കസർത്ത് നടത്തുന്നതിലുപരിയായിട്ട് പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പ്രധാനം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നത് എന്നും ഇത് ഇന്ത്യക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്നും എന്താണ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ട്രാറ്റജി എന്നും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ. കാരണം ഈ വിഷയങ്ങളൊക്കെ തന്നെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ഈ വിഷയം നമ്മൾ പല വീഡിയോകളിൽ സംസാരിച്ചതാണ്. ദൗർഭാഗ്യവശാൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ അവസാനം വരാം. നമുക്ക് അതിന് മുന്നേ ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തേത് മാലിദ്വീപാണ്. നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു കുഞ്ഞൻ രാജ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ലക്ഷദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകം പറയേണ്ട കാര്യമില്ല.
ഈ മാലിദ്വീപിലെ 3 മന്ത്രിമാര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചില ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്ത സമയത്ത് വളരെ മോശമായിട്ട് വംശീയമായിട്ടടക്കം അധിക്ഷേപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും ഇന്ത്യയിലെയും ലക്ഷദ്വീപിലെയും ജനങ്ങളെയും വംശീയമായിട്ട് തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാടി വീണ് അതിന് മറുപടി പറഞ്ഞു എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നവരോട് തന്നെയാണ്. നരേന്ദ്രമോദി പ്രതികരിച്ചായിരുന്നോ? മോദി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിലുള്ള ആളുകൾ പ്രതികരിച്ചു. നമ്മൾ ഇനി മാലിദ്വീപിൽ പോവില്ല എന്ന് പറഞ്ഞു. കുറെ ആളുകൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു, പകരം ലക്ഷദ്വീപിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം അത്തരം പരാമർശങ്ങളെ ശക്തമായിട്ട് അപലപിക്കുകയും കൃത്യമായിട്ട് അവരുടെ നയതന്ത്ര തലത്തിൽ അതിനു വേണ്ട മറുപടി കൊടുക്കുകയും ചെയ്തു. അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി താക്കീത് കൊടുത്തു. ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ, സ്വാഭാവിക നടപടികൾ ശക്തമായി തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കൈക്കൊണ്ടു. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മന്ത്രിമാരെയോ മാലിദ്വീപിലെ പ്രസിഡന്റിനെയോ വിളിച്ചിട്ട് തെറി പറയുകയോ അല്ലെങ്കിൽ ഇതിന് വിമർശനം തിരിച്ചു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സംയമനത്തോടെ ഒരു റെസ്പോൺസിബിൾ രാജ്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ട് വളരെ പക്വതയോടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ലോകം മുഴുവൻ നരേന്ദ്രമോദിയെ റെസ്പെക്ട് ചെയ്യുന്നതും ട്രംപിനെ കോമാളിയായി കാണുന്നതും അതുകൊണ്ടാണ്. ട്രംപിനെ പോലെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും പ്രതികരിക്കുന്ന ഒരാളല്ല നരേന്ദ്രമോദി. വളരെ സാത്വികമായ ജീവിതം നയിക്കുന്ന മോദി വളരെ ക്ഷമയുള്ള ആളും വേണ്ട സമയത്ത് മാത്രം പ്രതികരിക്കുന്ന ആളും ഉചിതമായ നടപടികൾ എടുക്കുന്ന ആളുമാണ്. അദ്ദേഹം വാചക കസർത്തിനേക്കാൾ കൂടുതൽ തന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അത് നരേന്ദ്രമോദി പല സന്ദർഭങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമുക്ക് അതിലേക്കൊക്കെ വരാം. സോ ഇവിടെ മാലിദ്വീപ് ഒരു ചെറിയ രാജ്യമാണ്. ഈ അമേരിക്കയുടെ വിഷയത്തിൽ മോദിക്ക് ട്രംപിനെ പേടിയാണ്, അമേരിക്കയെ പേടിയാണെന്നൊക്കെ പറഞ്ഞ് പലർക്കും ന്യായീകരിക്കാമല്ലോ. ഈ മാലിദ്വീപിന്റെ കാര്യത്തിൽ നിങ്ങൾ അത് പറയുമോ? മോദിക്ക് ഇനിയിപ്പോ മുഹമ്മദ് മൊയ്സുവിനെയും പേടിയാണ് അല്ലെങ്കിൽ മാലിദ്വീപിനെയും പേടിയാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. പറഞ്ഞോളൂ. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു രാജ്യമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. നമുക്ക് നിസാരമായിട്ട് എന്തും പറയാം, അവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും നരേന്ദ്രമോദി ഒന്നും മിണ്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കില്ല. അതിനൊരു സിസ്റ്റം ഇവിടെയുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. പിന്നീട് എന്തുണ്ടായി എന്നതും ചരിത്രമാണ്. നരേന്ദ്രമോദി 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് മൊയ്സു ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നു. പിന്നീട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തി അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു തന്നെ ആ മാലിദ്വീപിലെ പല ദ്വീപുകളുടെയും നടത്തിപ്പ് അവകാശം പോലും ഇന്ത്യക്ക് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇന്ത്യൻ സൈനികരെ പുറത്താക്കണം എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ നിരവധി ഒഫീഷ്യൽസ് മാലിദ്വീപിലേക്ക് പോവുകയും ഇപ്പോഴും സൈന്യം എന്ന് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവിടുത്തെ കാര്യങ്ങൾ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ്. സോ ഇവിടെ നരേന്ദ്രമോദി എല്ലാവരും കേൾക്കെ മാലിദ്വീപിലെ മന്ത്രിമാരെയും പ്രസിഡന്റിനെയും തിരിച്ചെന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളതല്ല, എങ്ങനെയാണ് ആ വിഷയം ഡീൽ ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും വിലയിരുത്തേണ്ടത്. മോദിയോട് സാദൃശ്യമുള്ള സമീപനമെടുക്കുന്ന 2 ലോക നേതാക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ഷീ ജിൻപിങ് ആണ്. ഷീ ജിൻപിങ്ങും ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നേരിട്ട് ഒന്നും പറയാറില്ല. ഉദാഹരണത്തിന് നേരിട്ട് വന്ന് ട്രംപിനെയോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഒന്നും ഷീ ജിൻപിങ് യാതൊന്നും പറഞ്ഞിട്ടില്ല. പലപ്പോഴും ഇന്ത്യ ചൈന റിലേഷൻ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം വളരെ മോശമായിരുന്ന സമയത്തും പേരെടുത്ത് ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കുകയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല ഷീ ജിൻപിങ്. അതുപോലെ തന്നെ ഇന്ത്യയും തിരിച്ച്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഈ ഷീ ജിൻപിങ്ങിനെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചൈനയെ പേരെടുത്ത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇത് ചെയ്തിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം വ്യക്തികളെ പറഞ്ഞിട്ടില്ല, ചൈനയുടെ നിലപാടുകളെയും പ്രവൃത്തികളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. വിമർശനം ഉന്നയിക്കേണ്ട സമയത്ത് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ലോകരാഷ്ട്രങ്ങളിലെ തലവന്മാർ വളരെ പക്വതയോടെ പെരുമാറുന്നവരാണ്. അത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണെങ്കിലും. ആ കൂട്ടത്തിലേക്ക് നമുക്കൊരിക്കലും ഈ പറയുന്ന ട്രംപിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്ന ബൈഡനും ഒബാമയും അടക്കമുള്ളവര് ആ റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. അടിയിൽ കൂടെ പണി കൊടുക്കുന്നവരാണെങ്കിലും പരസ്യമായിട്ട് ലോക നേതാക്കളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്ര തലവന്മാരെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളെയോ ഒന്നും പരസ്യമായിട്ടൊന്നും പറയാൻ അവർ തയ്യാറാവില്ല. അതൊരു മര്യാദ കൂടിയാണ്. അത് ഇന്ത്യക്കും ചൈനയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. സംഘർഷം നടന്നപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും പരസ്പരം വാക്പോര് നടത്താത്തത് എന്തുകൊണ്ടാണ്? ആ പക്വതയുള്ളത് കൊണ്ടാണ്. ഈ ഗാൽവാൻ സംഘർഷത്തിൽ ഇന്ത്യ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചൈനീസ് പട്ടാളക്കാരെ അടികൊണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ പിന്നീട് നമ്മൾ കണ്ടു.
അതുപോലെ അരുണാചൽ പ്രദേശിലേക്ക് കയറാൻ വന്ന ചൈനീസ് പട്ടാളക്കാരെ അടിച്ചോട്ടിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് വെറും കെട്ടുകഥയൊന്നുമല്ല, ദൃശ്യങ്ങളായിട്ട് വന്നതാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യം ചെയ്യേണ്ടത് ചെയ്തു, വിദേശകാര്യ മന്ത്രാലയം പറയേണ്ടതും ചെയ്യേണ്ടതും ചെയ്തു, നയതന്ത്ര തലത്തിൽ ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ ഉന്നയിച്ചു, ഇതെല്ലാം നടന്നു. പക്ഷേ ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പരസ്പരം പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഇന്ന് വീണ്ടും ഇന്ത്യ ചൈന റിലേഷൻ മെച്ചപ്പെടാൻ തുടങ്ങി, അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെളിവാരി എറിഞ്ഞെങ്കിൽ ഒരിക്കലും രണ്ട് നേതാക്കൾക്കും പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അത് രണ്ട് രാജ്യങ്ങളെയും എന്നേക്കുമായിട്ട് ചിലപ്പോൾ അകറ്റും. രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ബെനിഫിറ്റുകൾ കിട്ടുന്ന റിലേഷനാണ്. ഇന്ത്യക്ക് ചൈനയും ആവശ്യമുണ്ട്, ചൈനയ്ക്ക് ഇന്ത്യയും ആവശ്യമുണ്ട്. ഈ ഇന്നത്തെ ലോകത്ത് പരസ്പരം സഹായിക്കാതെ നിലനിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുപോലെ ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുണ്ട്, അമേരിക്കയ്ക്ക് ഇന്ത്യയും ആവശ്യമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഒരു വിവരമില്ലാത്ത ആൾ അധികാരത്തിൽ വന്നു എന്നതുകൊണ്ട് 32 കോടി ജനങ്ങളെയും സമ്പന്നമായ വിപണിയെയും വേണ്ടെന്ന് വയ്ക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യക്ക് അമേരിക്ക ആവശ്യമുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് രൂപപ്പെട്ട ഒരു സൗഹൃദമാണ് ഇന്ത്യ അമേരിക്ക തമ്മിൽ ഈ നിലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പേസ് രംഗത്ത് സഹകരിക്കുന്നുണ്ട്, ഡിഫൻസ് രംഗത്ത് സഹകരിക്കുന്നുണ്ട്, നമ്മുടെ ഫോഴ്സുകൾ തമ്മിൽ സഹകരിക്കുന്നുണ്ട്, ഇന്റലിജൻസ് മേഖലയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ കമ്പനികളും അമേരിക്കയിലെ കമ്പനികളും പരസ്പരം സഹകരിക്കുന്നുണ്ട്. അമേരിക്കൻ കമ്പനികൾ ദശലക്ഷക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആപ്പിള് അല്ലെങ്കിൽ ഗൂഗിള്, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതെല്ലാം ആലോചിച്ച് പ്രതികരിക്കാൻ പറ്റൂ. ട്രംപ് തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതിനെല്ലാം മറുപടി പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം അമേരിക്കക്കാർക്കിടയിൽ ഇന്ത്യയോടുള്ള കാഴ്ചപ്പാട് മാറും. ഈ ട്രംപ് എന്ന് പറയുന്നത് അവിടെ ഒരു വല്ലാത്ത തരം സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതല്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോറ്റ സമയത്ത് ട്രംപ് അനുകൂലികൾ എന്തെല്ലാമാണ് അമേരിക്കയിൽ കാണിച്ചു കൂട്ടിയതെന്ന്. അപ്പൊ അന്ധമായിട്ട് ട്രംപിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ അവിടെയുണ്ട്. അവരൊക്കെ തന്നെ അമേരിക്കയിലെ ഉന്നതരായ രാഷ്ട്രീയക്കാരാണ്, സമ്പന്നരാണ്, വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ട്രംപിനെ പറയുകയാണെങ്കിൽ അവർ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തോട് അവരുടെ മനോഭാവം മാറും. എന്ന് മാത്രമല്ല, അവിടെയുള്ള ഇന്ത്യൻ വംശജരെയും അവർ പ്രശ്നക്കാരായിട്ട് കാണും. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതെല്ലാം ആലോചിച്ച് പക്വതയോടെ പെരുമാറുന്ന ഒരാളാണ്. അമേരിക്ക ആയാലും മാലിദ്വീപ് ആയാലും നേപ്പാൾ ആയാലും ചൈന ആയാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അമേരിക്കയ്ക്ക് ഇല്ലാത്തതും അങ്ങനെ ഒരു ഭരണത്തലവനാണ്. ഇപ്പോ നേപ്പാളിന്റെ വിഷയം എടുക്കാം. ലിംബിയാധുര, കാലാപാനി തുടങ്ങിയ ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി നേപ്പാൾ പുതിയ ഭൂപടം പുറത്തിറക്കി. മോദി വന്ന് മൈക്ക് എടുത്തിട്ട് നേപ്പാളിനെയും പ്രധാനമന്ത്രിയെയും ഒരു 10 തെറിയങ്ങ് പറഞ്ഞു, അല്ലെങ്കിൽ കുറെ മാസ് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വാല്യൂ കൂടാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ കൈയടിക്കുമായിരിക്കും. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. കാരണം ഇന്ത്യക്ക് മറ്റു മാർഗങ്ങളുണ്ട് അവിടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ നേപ്പാളിൽ ഒരു വിഭാഗം ജനങ്ങൾ നമുക്കെതിരായിട്ട് മാറും. അത് നമ്മുടെ രാജ്യത്തിന് ഗുണമല്ല. മറിച്ച് ഇന്ത്യ എന്ത് ചെയ്തു? അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കങ്ങളിലും സാമ്പത്തിക സഹായങ്ങളിലും സൂക്ഷ്മമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്നവർക്ക് ജനപിന്തുണ കുറയുന്ന സാഹചര്യം ഇതവിടെ സൃഷ്ടിച്ചു. അയൽ രാജ്യങ്ങൾ ചൈനയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഇന്ത്യയെ പ്രകോപിപ്പിച്ചാലും അത് അവർക്ക് തന്നെ ദോഷകരമാകുമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ ചെയ്തത്. ഒടുവിൽ നേപ്പാളിന്റെ പത്തി മടങ്ങിയില്ലേ? പുൽവാമ, ഉറി ഭീകരാക്രമണങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ നീണ്ട പ്രസംഗങ്ങൾക്ക് പകരം സൈന്യം സമയം നിശ്ചയിക്കുമെന്ന ഒറ്റ നിലപാടിൽ പ്രധാനമന്ത്രി ഉറച്ചു നിന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? സർജിക്കൽ സ്ട്രൈക്ക്, ബാലാക്കോട്ട് വ്യോമാക്രമണം ഉണ്ടാവുന്നു. ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കുന്നു. ഭീകരവാദത്തിന് ഇന്ത്യ നൽകുന്ന മറുപടി പ്രസംഗങ്ങളിലൂടെയല്ല, മറിച്ച് ശത്രുവിന്റെ മണ്ണിൽ കയറിയുള്ള പ്രഹരത്തിലൂടെ ആയിരിക്കുമെന്നാണ് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചൈനയുടെ വിഷയത്തിലും. ഈ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 100 കണക്കിന് ചൈനീസ് ആപ്പുകളെ നിരോധിച്ചു. ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിലെ കരാറുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അതിർത്തിയിൽ വൻതോതിൽ സൈനിക വിന്യാസവും അടിസ്ഥാന സൗകര്യ വികസനവും നടത്തി. ചൈനയിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവർക്ക് വിസ കൊടുക്കാതെയായി. അങ്ങനെ ഇന്ത്യ മറ്റു പല മാർഗങ്ങളിലൂടെ ചൈനയെ സമ്മർദ്ദത്തിലാക്കി. സാമ്പത്തികമായിട്ട് ചൈനയെ തളർത്താൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ സൈനികമായി വഴങ്ങില്ല എന്ന് വ്യക്തമാക്കി. വെറും വാചക കസർത്ത് നടത്തുന്നതിന് പകരം ഇന്ത്യ നടപടികൾ എടുത്തു. അല്ലാതെ ചൈന പ്രൊവോക്ക് ആകും എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് അതിർത്തിയിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തില്ല എന്ന കോൺഗ്രസ് നയം ആയിരുന്നില്ല നരേന്ദ്രമോദി പിന്തുടർന്നത്. അദ്ദേഹം വാക്കുകളിൽ കൊണ്ട് പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ കാര്യം എടുക്കാം. ഖാലിസ്ഥാൻ വിഷയത്തിലോ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരാമർശങ്ങൾ പലപ്പോഴും ഇന്ത്യ പ്രവോക്കിക്കാറുണ്ട്.
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുമായിട്ടും അവിടുത്തെ ജനങ്ങളുമായിട്ടുമുള്ള വിശാലമായ ബന്ധം കണക്കിലെടുത്ത് നേരിട്ട് യാതൊരു പ്രതികരണവും നടത്തില്ല. പകരം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വളരെ കൃത്യതയും മൂർച്ചയുള്ളതുമായിട്ടുള്ള മറുപടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാതിരുന്നതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്നും ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളിൽ മാറ്റം വരുത്തില്ല എന്നും ലോകശക്തികളെ ഇതിലൂടെ ഇന്ത്യ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ പ്രകോപനങ്ങളോട് ഭരണത്തലവൻ തന്നെ നേരിട്ട് പ്രതികരിക്കുന്നത് ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ പക്വതയെ ബാധിച്ചേക്കാം. അത് ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തിരിച്ചടികൾ സൈനികമോ സാമ്പത്തികമോ ആയ തലങ്ങളിൽ ഉദ്യോഗസ്ഥർ മുഖേന നടപ്പിലാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മോദിയുടെ നിശബ്ദത ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവുകേടോ അല്ലെങ്കിൽ ഭയമോ അല്ല, മറിച്ച് ഇന്ത്യയുടെ വിശാല താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സൈലന്റ് പഞ്ചാണ്. അങ്ങനെ ഒരു തന്ത്രമായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുക. എതിരാളിയെ വാക്കുകൾ കൊണ്ട് നേരിടുന്നതിനേക്കാൾ അവർക്ക് നോവുന്ന രീതിയിൽ കൃത്യമായി പണി കൊടുക്കുക എന്ന ശൈലിയാണ് ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്നത്. ഇത് പറയുമ്പോൾ ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരവാദികളിൽ രണ്ടുപേരെ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം അജ്ഞാതർ തീർത്തിട്ടുണ്ട്. അതിന്റെ റീൽസും അജ്ഞാതർ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരായിട്ടുള്ള ആളുകളെ, ഇന്ത്യയുടെ ശത്രുക്കളെ വേണ്ട വിധത്തിൽ മറ്റു പല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പലരാൽ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇമേജിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കാനും വളരെ അത്യാവശ്യമാണ്. അദ്ദേഹം ട്രംപിനെ പോലെ അഗ്രസീവായിട്ട് പെരുമാറേണ്ട ഒരാളല്ല. 145 കോടി ജനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രിയാണ്. സാത്വികനായി തന്നെ പെരുമാറേണ്ട ആളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ വാക്കുകൾ ഞാൻ വീണ്ടും കടമെടുക്കുകയാണ്. അദ്ദേഹം ഇലക്ഷൻ സമയത്ത് പറഞ്ഞ വീഡിയോ ആർക്കും യൂട്യൂബിൽ പോയി പരിശോധിക്കാം, ഞാൻ പറയുന്നതിൽ തർക്കമുണ്ടെങ്കിൽ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നരേന്ദ്രമോദിയെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സാത്വികനായ ഒരാളായിട്ട് തോന്നും, ഒരു ഫാദർലി ഫീല് തോന്നും, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ പോലെയൊക്കെ വളരെ പ്രായമുള്ള ഒരു സാത്വികനായ മനുഷ്യനായിട്ട് തോന്നും. പക്ഷെ അയാൾ ഒരു കൊലപാതകയാണ്, എനിക്ക് അനുഭവമുണ്ട്, ഞാനൊരു കേസിൽ ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, വേണ്ട, ഞാൻ അവരൊരു പാഠം പഠിപ്പിച്ചോളാം, അവരെ ഞാൻ അടുത്ത 100 വർഷത്തേക്ക് അവരെ മറക്കാത്തൊരു പാഠം ഞാൻ അവരെ പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞ് അയാൾ എന്നോട് ആക്രോശിച്ചു. അത്രയും കർക്കശമായ നിലപാടുള്ള ആളാണ്, നിങ്ങൾ പുറമേ കാണുന്ന പോലെ അല്ല എന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തർക്കമുള്ളവർ ദയവായി യൂട്യൂബിൽ പോയിട്ട് ട്രംപ് മോദിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരിക്കലല്ല, പലതവണ ട്രംപ് ഇത് പറഞ്ഞു. അപ്പൊ നരേന്ദ്രമോദിയുടെ വ്യക്തിത്വം എന്താണെന്ന് ട്രംപിന് വളരെ കൃത്യമായി മനസ്സിലായി എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. സോ വാക്കുകൾ കൊണ്ട് പുറമേ ഉള്ള ഡയലോഗ് അടിക്കപ്പുറം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.